സെന്റ് തോമസ് സീറോ മലബാർ രൂപത സ്ഥാപനത്തിന്റെയും അഭിവന്ദ്യ ജേക്കബ് അങ്ങാടിയത്ത് പിതാവിന്റെ മെത്രാഭിഷേകത്തിന്റെയും രജത ജൂബിലിയുടെ ഭാഗമായി അമേരിക്കയിലും കാനഡയിലും ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മലയാളി സിസ്റ്റേഴ്സിന്റെയും സംഗമം ചിക്കാഗോ ബെൻസെൻവിൻ സേക്രഡ് ഹാർട്ട് കാനായ കത്തോലിക്ക ദേവാലയത്തിൽ ഇന്ന് തുടക്കമായി. ഉച്ചകഴിഞ്ഞ് നടന്ന സെമിനാറിന് സ്പ്രിംഗ്ഫീൽഡിലെ ബിഷപ്പ് തോമസ് പപ്പറോക്കി നേതൃത്വം നൽകി. 5 മണിക്ക് നടന്ന സമൂഹ ബലിയിൽ മാർ ജോയി ആലപ്പട്ട് മുഖ്യ കാർമ്മികനായി. ബിഷപ്പ് റോബർട്ട് പിപ്റ്റ വചന സന്ദേശം നൽകി. ബിഷപ്പ് ജേക്കബ് അങ്ങാടിയത്ത് പിതാവും നിരവധി വൈദികരും സഹകാർമ്മികരായിരുന്നു. തുടർന്ന് മുത്തുകുടികളുടെയും ചെണ്ടമേളങ്ങളുടെയും അകമ്പടിയോടെ സംഗമത്തിൽ പങ്കെടുത്ത 250-ൽ പരം സന്യാസികളെ പ്രദക്ഷിണമായി സമ്മേളന നഗരിയിലേക്ക് ആനയിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഋതുവേനിയൻ ബൈസെന്ററിയൻ രൂപത ബിഷപ്പ് റോബർട്ട് പിപ്റ്റ ഉദ്ഘാടനം ചെയ്തു. ബിഷപ്പ് മാർ ജോയി ആലപ്പട്ട അധ്യക്ഷനായിരുന്നു. ജൂബിലേറിയൻ ബിഷപ്പ് മാർ ജേക്കബ് അങ്ങാടിയത്ത് വാഷിംഗ്ടൺ വൈറ്റ് ഹൌസ് ഫെയ്ത്ത് ഓഫീസിലെ മതാന്തര ബന്ധങ്ങളുടെ ലൈസൺ ഓഫീസറും മലങ്കര ഓർത്തഡോക്സ് രൂപതാംഗമായ റവർ ഫാദർ അലക്സാണ്ടർ കുര്യൻ, ഡൊമിനിക്കൻ സന്യാസിനി റവർ സിസ്റ്റർ അമേലിയ, സിസ്റ്റർ ആനി സെറിൻ എന്നിവർ അനുഗ്രഹ പ്രസംഗങ്ങൾ നടത്തി. സംഗമത്തിന് നേതൃത്വം നൽകിയവരെയും സാമ്പത്തിക സഹായം നൽകിയവരെയും ആദരിച്ച ചടങ്ങിന് സേക്രഡ് ഹാർട്ട് കാനായ ഫോറന വികാരി ഫാദർ അബ്രഹാം കളരിക്കൽ നേതൃത്വം നൽകി. ചിക്കാഗോ സീറോ മലബാർ രൂപത വികാരി ജനറൽമാരായ ഫാദർ തോമസ് മുളുവനാൽ, ഫാദർ ജോൺ മേലെപ്പുറം, ഫാദർ തോമസ് കടകപ്പള്ളി, രൂപത ചാൻസലർ ഫാദർ ജോൺസൺ കോവൂർ പുത്തമ്പുരയിൽ, ബെൻസെൻവിൽ സേക്രഡ് ഹാർട്ട് പള്ളി വികാരി ഫാദർ അബ്രഹാം കളരിക്കൽ, മോർട്ടൺ ഗ്രോവ് സെന്റ് മേരീസ് അസിസ്റ്റന്റ് വികാരി ഫാദർ അനീഷ് മാവേലി പുത്തമ്പുരയിൽ, സിസ്റ്റർ ലിസ ആഞ്ഞിലിക്കൽ എന്നിവർ നേതൃത്വം നൽകി. സമ്മേളനത്തിന്റെ ചെയർപേഴ്സണും വികാരി ജനറലുമായ ഫാദർ തോമസ് മുളുവനാൽ സ്വാഗതവും ജനറൽ കോർഡിനേറ്റർ ടോണി പുല്ലാപ്പള്ളി കൃതജ്ഞതയും പറഞ്ഞു. ചർച്ച് ഡെസ്ക് ഷെക്കാന ന്യൂസ്.